എന്റെ ഈ കാലില് ഇത്രയും നീളമുള്ള കമ്പിട്ടിരിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാണ്. തീരുമാനം ഞാൻ ഉണ്ടാക്കി. ഇനി വീടിന്റെ വാതിൽ കിടന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എനിക്കൊന്നും അറിയില്ല. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പാറമട വീട്ടിൽ എൻ്റെ പൊന്നോ ഒരു സത്യാഗ്രഹ സമരം. അതേ കൂട്ടുകാരെ ആരുടെയാണെന്നല്ലേ, നമ്മുടെ ഷിബു റോക്സിൻ്റെയും കൂട്ടുകാരുടെയും. വേറൊന്നുമല്ല, നമ്മുടെ ഷിബു റോക്സും കൂട്ടുകാരും കൂടെ നമ്മുടെ പാറമട വീടിൻ്റെ പരിസരത്തോട്ട്, അതായത് വീടിനുള്ളിൽ പരിസരത്തോട്ട് വന്നപ്പോൾ, മുറ്റത്തിനുള്ളിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ഭവാനി അമ്മൂമ്മ നമ്മുടെ ഷിബു റോക്സിൻ്റെ മൂട്ടുകാരെ തല്ലി ഒടിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഷിബു റോക്സിനെ കസേരയിലിരുത്തി പ്ലാസ്റ്ററൊക്കെ ഇട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടി പൊക്കിക്കൊണ്ടുവരുവാണേ. എന്നിട്ട് നമ്മുടെ ഷിബു റോക്സ് പറയുന്നുണ്ട്, എനിക്ക് 6 മാസത്തേക്ക് ഇനി ജോലിക്ക് പോകാൻ പറ്റില്ല, ആ നഷ്ടപരിഹാരമൊക്കെ അമ്മൂമ്മ തന്നെ എന്ന് നമ്മുടെ ഭവാനി അമ്മൂമ്മയോട് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഭവാനി അമ്മ പറയുന്നുണ്ട്, നിന്റെ കയ്യിലിരിപ്പ് കാരണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ, ഞാനൊരു ചില്ലി പൈസ തരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവാനിയും പറയുന്നുണ്ട്, നഷ്ടപരിഹാരമായിട്ട് ഒരു നയ പൈസ ഇവിടെ നിന്ന് കിട്ടൂല എന്ന് പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിബു റോക്സ് ആണെങ്കിൽ ഞങ്ങളിവിടെ സത്യാഗ്രഹം ചെയ്യും, എന്താ പറയുക, നീതി പാലിക്കുക, പാറമട കുടുംബം നീതി പാലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷിബു റോക്സും കൂട്ടുകാരും കൂടെ മുദ്രാവാക്യം വിളി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സിദ്ധോളിയും പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നിർത്തിക്കോ, അല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം നിങ്ങളിപ്പോൾ അറിയും എന്ന് നമ്മുടെ ഷിബു റോക്സിനെയൊക്കെ ഭീഷണിപ്പെടുത്തുവാണ്. അപ്പോൾ ഷിബു റോക്സ് ആണെങ്കിൽ, ഇല്ല, ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ശരി, ഞങ്ങൾ ഇവിടുന്ന് പോകില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷിബു റോക്സും കൂട്ടുകാർ അവിടെ കട്ട സത്യാഗ്രഹം തന്നെ. അപ്പോൾ പാറക്കുട്ടി പറയുന്നുണ്ട്, ഇവരെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോകുള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ ഒരു പൊളി എപ്പിസോഡല്ലേ, നമ്മുടെ ഷിബു റോക്സ് ഇങ്ങനെ കസേരയിൽ കൂട്ടുകാരൊക്കെ കൂടി പൊക്കിക്കൊണ്ട് തന്നെ കാണുമ്പോൾ നമുക്ക് ചിരി വരും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേ. കത്തിരിക്കട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.